ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്ക് അല്പസമയം ആയിരിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം നമുക്കനുസരിപ്പാൻ കഴിയുമെന്ന് യേശു കാണിച്ചു തന്നു. നമുക്കനുസരിപ്പാൻ കഴിയുമെന്ന് യേശു കാണിച്ചു തന്നു. ചിന്തയ്ക്ക് ആധാരമായ വാക്യം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ നമുക്ക് അനുസരിക്കാൻ കഴിയുമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു. എന്ത് അനുസരിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാൻ കഴിയുമെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ഇവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ കൽപ്പനകൾ ഉള്ളവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തികൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആകുന്നു എന്ന് പറയുകയാണ്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇവിടെ പറയുന്നത് എൻ്റെ കൽപ്പനകൾ ഉള്ളവൻ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൽപ്പന എന്തായിരിക്കുന്നുവോ അതിന്മേൽ വെളിച്ചമുള്ള വ്യക്തി എന്നാണ്. അങ്ങനെ ഉള്ളവൻ ദൈവ കൽപ്പന ലംഘിക്കുന്നത് നേട്ടമായി കണ്ടാൽ പോലും അവയെ ഒരിക്കലും ലംഘിക്കുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് ലംഘിക്കുന്നത് അത് ഒരു തെറ്റായിട്ട് നമ്മൾ തന്നെ കാണണം. ദൈവകൽപ്പന ലംഘിക്കുന്നത് തെറ്റായി തന്നെ കാണണം. മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി മാറണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, ദൈവകൽപ്പന അനുസരിക്കേണ്ട, കൽപ്പന മാറിപ്പോയി എന്ന്. ഇതുവരെയും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കണ്ട എന്ന് ചില ആളുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു, നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലരെന്ത് പറയുന്നു, കൽപ്പന മാറിപ്പോയി. കാര്യം അനുസരിക്കാൻ മടിയുള്ളവരാണ് കൽപ്പന മാറിപ്പോയി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ, കൽപ്പന മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ കള്ളന്മാരാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന മാറിപ്പോയി, അതനുസരിക്കേണ്ട എന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതായ വ്യക്തികൾ കള്ളന്മാരെന്ന് വിശുദ്ധ വേദപുസ്തകം ചെയ്യുന്നു നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവനിൽ സത്യം ഇല്ല എന്ന്. അപ്പൊ ആരെങ്കിലും കൽപ്പന അനുസരിക്കണ്ട എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ വ്യക്തി കള്ളനാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വ്യക്തിയിൽ സത്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കുവാൻ കഴിയാത്തവ ആയിരുന്നെങ്കിൽ നാം എല്ലാവരും നഷ്ടമായി പോകണമായിരുന്നു. വൃത്തിച്ചോർക്കുന്നതായ കാര്യം. അപ്പോൾ അബ്രഹാമുമായുള്ള ഉടമ്പടിயின் കീഴില് കൃപയുടെ ഉടമ്പടിയിലെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ വഴികളും ചെയ്തിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. കൃപയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. എന്നാൽ അവനെ കൈക്കൊണ്ട് എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. നോക്കണം, ദൈവത്തിന്റെ വചനം വ്യക്തമാണ്. അവനെ കൈക്കൊണ്ട് എല്ലാവർക്കും, അവനെ അംഗീകരിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന യാഥാർത്ഥ്യം ആരും മറന്നു പോകരുത്. തെറ്റായിട്ട് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ ആ വ്യക്തിയിൽ സത്യമില്ല,
അവർ കള്ളന്മാരാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന്റെ കൽപ്പന മാറ്റുവാൻ തക്കവണ്ണം ആർക്കും ഈ ഭൂമിയിൽ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അത് മാറ്റുവാൻ തക്കവണ്ണം ആർക്കും അധികാരവും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11 മുതലുള്ളതായ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ആരെങ്കിലും നീക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിലെ ചെറിയവനാണ് അങ്ങനെയുള്ളതായ വ്യക്തികൾ. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അതുപോലെ അനുസരിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യത്തില് ഏറ്റവും വലിയവൻ എന്ന ഗണത്തില് ആയിത്തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആയതിനാൽ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകള് അനുസരിക്കാൻ തക്കവണ്ണം എല്ലാ മനുഷ്യരും, ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും അവർ ബാധ്യസ്ഥരാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. അതിനാൽ തുടർന്നുള്ളതായ നാളുകളിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയില് വിശ്വസ്തയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം അഖിലാണ്ടനാഥൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹപൂർണമായി പ്രഭാതത്തില് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് കരുണ കാണിച്ചതിനാല് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടതായ എല്ലാ പ്രിയമുള്ളവരെയും സ്വർഗീയനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണം. വചനം കേട്ട് മനസ്സിലാക്കി കർത്താവെ നേരായ വഴിയിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനം കേട്ടത് എല്ലാ വ്യക്തികളെയും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവനായ കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയും സാമീപ്യം കൊണ്ട് നിറയ്ക്കണം. മാനവും മഹത്വവും എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.